എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹർഷ സുധീഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷി ചെയ്യുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ചെറിയ അടുക്കളത്തോട്ടത്തിലെ കൃഷിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തക്കാളി വഴുതിന എന്ന കൃഷിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. കാഴ്ചയിൽ സുന്ദരനും രുചിയിൽ കേമനുമാണ് തക്കാളി വഴുതിന. വിത്ത് ഇട്ടും തൈ നട്ടും കൊമ്പ് മുറിച്ചു നട്ടും ഈ ചെടി നമുക്ക് വളർത്തിയെടുക്കാം. വെള്ളം ഏറെ ഇഷ്ടപ്പെടുന്ന ഈ പച്ചക്കറി ചെടി കാഴ്ചയിൽ തക്കാളിയെ പോലെയാണെങ്കിലും ഒരു വഴുതന വർഗ വിളയാണ്. വെള്ളം ഏറെ ആവശ്യമായ ഈ ചെടി മഴക്കാലത്ത് കൃഷി ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. കാരണം ജലസേചനം ഇല്ലെങ്കിലോ വെള്ളമൊഴിക്കുന്നത് കുറയുമ്പോഴോ തണ്ടുകൾ വാടി ഇലകൾ കരിഞ്ഞ് പൂക്കൾ കായ്കളാകാതെ കൊഴിഞ്ഞു പോകാറുണ്ട്. നന്നായി ട്രീറ്റ് ചെയ്തെടുത്ത മണ്ണിൽ വേണം തക്കാളി വഴുതിന കൃഷി ചെയ്യാൻ. കൃത്യമായ പരിചരണം കൊടുത്താൽ 2-3 വർഷം ഈ ചെടി നന്നായി വിളവ് തരും. കൃഷി ചെയ്യാൻ സ്ഥലമുള്ളവർ തീർച്ചയായും മണ്ണിൽ നേരിട്ട് നടുന്നതാണ് നല്ലത്. അല്ലാത്തവർ കുറച്ച് വലിയ ഗ്രോ ബാഗ്, ചാക്ക്, വലിയ ചെടിച്ചട്ടി എന്നിവ നടാനായി തിരഞ്ഞെടുക്കുക. 2-3 വർഷം ഈ ചെടിയെ നമുക്ക് നിലനിർത്തുമ്പോൾ അതിൻ്റെ കൊമ്പുകൾ മുറിച്ച് വളം ഇട്ടുകൊടുത്ത് വീണ്ടും നമുക്കതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മണ്ണിൽ നേരിട്ട് നടുന്നത് കൂടുതൽ നല്ലതാണെന്ന് പറയുന്നത്. നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഗ്രോ ബാഗ് തുടങ്ങിയവയിൽ മണ്ണ് ട്രീറ്റ് ചെയ്ത ശേഷം അടിവളമായി കരിയില, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചൂട് കളഞ്ഞ കോഴിവളം തുടങ്ങിയവ ചേർത്ത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുക. അതിലേക്ക് ചെടി തൈകളാക്കി പറിച്ചു നടുക. ആദ്യം തന്നെ താങ്ങു കൊടുക്കാനായി ഒരു കമ്പ് കുത്തിക്കൊടുക്കുക. ചെടി വളർന്ന ശേഷം ഇത്തരത്തിൽ താങ്ങു കൊടുക്കുമ്പോൾ അതിൻ്റെ വേരുകൾ പൊട്ടിപ്പോകുവാനും ചെടി വാടിപ്പോകാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ചെടി വളർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ ഒരു കമ്പ് കുത്തി അതിന് താങ്ങു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 10 ദിവസം കൂടിയിരിക്കുമ്പോൾ കൃത്യമായി ഏതെങ്കിലും ഒരു ജൈവവളം ഇട്ടുകൊടുക്കുക. ചെടി കുറച്ച് വളർന്ന ശേഷം ചാരം അല്ലെങ്കിൽ വെണ്ണീർ ചെടിയുടെ തണ്ടിൽ മുട്ടാത്ത വിധം ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുക. അതിനുശേഷം നന്നായി നനച്ചു കൊടുക്കുക. ഇത് ചെടിയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുവാനും ആ പൂക്കളിൽ ഏറിയ പങ്കും കായ്കളായി കിട്ടുവാനും സഹായിക്കും. തക്കാളി വഴുതിനയുടെ കായ്കൾ തുടക്കത്തിൽ വെള്ള നിറത്തിലാണ്. പിന്നീട് വിളവെടുക്കാനാകുമ്പോൾ നേരിയ പച്ച നിറത്തിലും വിത്തിനായി നിർത്തുമ്പോൾ ബ്രൗൺ നിറത്തിലും ആകുന്നു. ഇതിൻ്റെ ഇലകളും ഭക്ഷ്യയോഗ്യമാണ്. വെള്ളീച്ച, മുഞ്ഞ പോലെയുള്ള പ്രാണികളുടെ ആക്രമണം ഈ പച്ചക്കറിയിലും കാണാറുണ്ട്. അതിനായി വേപ്പെണ്ണ സോപ്പ് മിശ്രിതം 3 ദിവസം കൂടുമ്പോഴെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളീച്ച, മുഞ്ഞ പോലെയുള്ള പ്രാണികൾ ഒഴിവാകുകയും അവയെ നശിപ്പിക്കാനായി കടന്നു വരുന്ന ഉറുമ്പുകളുടെ ശല്യം കുറയ്ക്കുവാനായിട്ടും സാധിക്കും. ഉറുമ്പുകളുടെ ശല്യം കൂടിക്കഴിഞ്ഞാൽ പൂക്കളിലെ തേൻ കുടിക്കാനായിട്ട് ഉറുമ്പുകൾ ഈ ചെടിയിലേക്ക് എത്തുമ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളീച്ച, മുഞ്ഞ തുടങ്ങിയ പ്രാണികൾ കഴിയുന്നതും ചെടികളിൽ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.